വായിച്ചു കേട്ട് തിരുവെഴുത്തിനെ നമുക്ക് സമീപിക്കാം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രാപിച്ചെടുക്കാനായി നമുക്ക് ഈ തിരുവെഴുത്തിനെ 4 ഭാഗങ്ങളായി വിഭജിക്കാം. മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുന്ന ക്രിസ്തു, 2 പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു, 3 സദാ ജീവിക്കുന്ന ക്രിസ്തു, 4 പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ക്രിസ്തു. ഒന്നാമത്തെ വിഭജനം മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുന്ന ക്രിസ്തു. കുഞ്ഞെ, മനുഷ്യന് ദൈവത്തോടടുക്കാനുള്ള ഏക മാർഗം ദൈവപുത്രനായ ക്രിസ്തുവാണ്. നമ്മുടെ ലോകത്ത് 750 കോടി ജനങ്ങളിൽ 90% വിശ്വാസികളാണ്. എല്ലാവരും ദൈവത്തോടടുക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അതിനുവേണ്ടിയാണ് ഈ ധ്യാനകേന്ദ്രം, പള്ളി, ക്ഷേത്രം, മോസ്കോ, കുരിശടി, കാണിക്കവഞ്ചി, തീർത്ഥാടനം, ആചാരം, രക്താർപ്പണം, സ്തോത്രാർപ്പണം, ധനാർപ്പണം, ദേഹദണ്ഡന പ്രക്രിയ തുടങ്ങി ദൈവത്തോടടുക്കുവാൻ മനുഷ്യൻ പെടാപ്പാടുപെടുകയാണ്. ഇവിടെയാണ് നാം വായിച്ച കുറിവാക്യത്തിന്റെ പ്രസക്തി. കുഞ്ഞെ, ദൈവത്തോടടുക്കാൻ നീ ഈ പറഞ്ഞ ഒരു ഇടപാടിനും പോകണ്ട. യേശു ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മാത്രം മതി. ക്രിസ്തുവിന്റെ പൈതലായി മാറിയാൽ മതി. പിതാവായ ദൈവത്തോടടുക്കുവാൻ മറ്റൊരു വഴിയില്ല. ക്രിസ്തു യേശു പറയുന്നു യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു വഴിയില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. കുഞ്ഞെ, യേശുക്രിസ്തു എന്ന ഏക രക്ഷകനല്ലാതെ ഒരു മധ്യസ്ഥനും നിന്നെ പിതാവാം ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കുകയില്ല. എഫെസ്യർ 2:18 തിരുവചനം വ്യക്തമാക്കുന്നത് ശ്രദ്ധിക്ക്. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. യഹൂദൻ യവനനെന്ന് വ്യത്യാസമില്ല. കുഞ്ഞെ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവനാണെങ്കിൽ, ഏകാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ അവൻ മുഖാന്തരം ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. യാഗം കഴിച്ചതുകൊണ്ടോ, ഹോമം ചെയ്തതുകൊണ്ടോ, തീർത്ഥയാത്രകൾ നടത്തിയതുകൊണ്ടോ, മല കയറിയതുകൊണ്ടോ, നേർച്ചകാഴ്ചകൾ നൽകിയതുകൊണ്ടോ ഒന്നും മനുഷ്യന് ദൈവത്തോടടുക്കാൻ കഴിയുകയില്ല. മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുന്ന ഏക വഴി, ഏക മാർഗം, പാലം, ബ്രിഡ്ജ് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് പാലമൊന്നും പണിയുന്നതിന് മുൻപ് ചങ്ങാടവും കടത്തുതോണിയുമൊക്കെ ആയിരുന്നു നദി കടക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നീന്തിയും മുങ്ങാങ്കുഴിയിട്ടും ജനങ്ങൾ അക്കരെ കടന്നിരുന്നു. എന്നാൽ ഗവൺമെന്റ് പണം മുടക്കി ഉറപ്പുള്ള പാലമുണ്ടാക്കിയിട്ടും പഴയ തോണിയും ചങ്ങാടവും ഉണ്ടെങ്കിലേ പറ്റൂ എന്ന് കരുതരുത്. അങ്ങനെ ചിന്തിക്കുന്നത് വിവരക്കേടാണ്. കുഞ്ഞെ, മുങ്ങാങ്കുഴിയിട്ടാലേ മറുകര കടക്കൂ എന്ന് ചിന്തിക്കരുത്. നിനക്കക്കരെ കടക്കാൻ വേണ്ടിയാണ് ശക്തമായ ഉറപ്പുള്ള പാലമുണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെയാണ് ദൈവത്തിൽ നിന്നകന്നുപോയ മനുഷ്യനെ സർവശക്തങ്ങളിലേക്ക് തിരിച്ചു വരുത്തുവാൻ ദൈവമുണ്ടാക്കിയ പാലമാണ് കർത്താവായ യേശുക്രിസ്തു. പാലം വന്നു കഴിഞ്ഞിട്ടും പഴയതുപോലെ നീന്തിക്കിടക്കേണ്ട കാര്യമില്ല. വള്ളത്തിൽ അള്ളിപ്പിടിച്ച് കയറേണ്ട കാര്യമില്ല. പ്രാകൃതമായ ചങ്ങാടം തപ്പി നടക്കേണ്ട കുഞ്ഞെ. ഒരാചാരവും അനുഷ്ഠിക്കേണ്ട. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുവാൻ, ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കുവാൻ പിതാവായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ പാലമാണ് നസറേയനായ യേശുക്രിസ്തു, ദൈവപുത്രനായ ക്രിസ്തുവേശു. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ദൈവത്തിങ്കിലേക്ക് ധാരാളമായ പ്രവേശനമുണ്ട്. ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല ക്രിസ്തുവേശു ക്രൂശിൽ മരിച്ചത്, സകല മാനവജാതിയുടെയും വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. ഏത് മനുഷ്യനും പിതാവിന്റെ വഴിയിൽ എത്തുന്നത് യേശുക്രിസ്തു എന്ന, പിതാവിന്റെ സന്നിധിയിൽ എത്തുന്നത് യേശുക്രിസ്തു എന്ന വഴിയിലൂടെ മാത്രമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരു മാർഗവുമില്ല. യേശു പറയുന്നു, ഞാൻ തന്നെയാണ് വഴി. പിതാവിന്റെ അടുക്കാൻ എത്താനുള്ള ഏക വഴി നസറേയനായ യേശുക്രിസ്തു. സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തോടടുക്കുവാൻ ഹൃദയത്തിൽ കുഞ്ഞെ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു പൈസ മുടക്കണ്ട. സ്വർഗം ഒരു വഴി തുറന്നിട്ടുണ്ട്. ഈ പാലത്തിൽ കൂടി മറുകര കടക്കാൻ 1/2 പൈസ നീ ട്രോള് പോലും കൊടുക്കണ്ട. യേശുക്രിസ്തുവിലേക്ക് വരിക. സ്തോത്രം. രണ്ടാമത്തെ വിഭജനം പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു. പക്ഷം പിടിച്ചു വാദിക്കുന്നവരുണ്ട്. എന്നാൽ രണ്ടുപേര് തമ്മിലൊരു പ്രശ്നമുണ്ടായാൽ അത് പറഞ്ഞു തീർക്കാൻ മധ്യസ്ഥൻ വേണം. പക്ഷേ അയാൾക്ക് പക്ഷം പിടിച്ചു വാദിക്കാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ വന്നാൽ ഒരു സൈഡ് മാത്രം താൻ പറഞ്ഞെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ എതിർക്കും. പക്ഷം പിടിച്ചു വാദിക്കുന്നത് വക്കീലാണ്. യേശുക്രിസ്തു ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി വന്നവനല്ല, മധ്യസ്ഥത നിർവഹിക്കുകയല്ല, തന്റെ രക്തത്തിന്റെ വിലയായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷം പിടിച്ചു വാദിക്കുകയാണ്. യേശുക്രിസ്തു മുഖാന്തരം ആരെങ്കിലും ദൈവത്തോടടുത്തു വന്നാൽ അവരെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല. അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് പിതാവിന്റെ സന്നിധിയിൽ അവരെ തേജസ്സോടെ കൊണ്ടെത്തിക്കുവാൻ പ്രാപ്തനായ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു.
മൂന്നാമത്തെ വിഭജനം സദാ ജീവിക്കുന്ന ക്രിസ്തു. ഒരു പരിഭാഷയിൽ നോൺ സീസൺ എന്നെഴുതിയിരിക്കുന്നു. നോൺ സീസൺ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് മാത്രമല്ല, സീസണിൽ മാത്രമല്ല, സദാ ജീവിക്കുന്നവൻ. മരണം വഴി മാറ്റപ്പെടുന്നത് കൊണ്ട് തനിക്ക് പകരം മറ്റൊരുത്തനെ വാഴിക്കേണ്ട ഗതികേടില്ലാത്തവൻ, സദാ ജീവിക്കുന്ന യേശുക്രിസ്തു എന്ന ഒറ്റ പുരോഹിതൻ. നാലാമത്തെ വിഭജനം പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ക്രിസ്തു യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവന് ഏതെങ്കിലും ആവശ്യത്തിന് മറ്റൊരുത്തനെ സമീപിക്കേണ്ട ഗതികളില്ല. എല്ലാ ആവശ്യത്തിനും മതിയായവൻ, പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ. നിന്റെ കുടുംബത്തെ ഗ്രസിച്ചിരിക്കുന്ന കൊടിയ ശാപത്തെ അഴിച്ചുമാറ്റാൻ, മാറാരോഗത്തിന്റെ കെട്ടുപൊട്ടിക്കാൻ, തോരാ കണ്ണീരിന് അറുതി വരുത്താൻ, തലമുറയുടെ വിവാഹം നടക്കത്തില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകി നിന്റെ കുഞ്ഞുങ്ങളെ മാനിക്കാൻ, അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ക്രിസ്തു. അവൻ തന്റെ മക്കളോട് പറയുന്നു, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിലുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ 2 or 3 പേരും മതി. പക്ഷെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളല്ലോ എന്ന് കരുതി നീ ഭാരപ്പെടരുത്. നീ തനിച്ചല്ല, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിന്റെ ഉള്ളിലുണ്ട്. ഏകനായ യോഹന്നാൻ പത്മോസിൽ മുട്ടുമടക്കിയപ്പോൾ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു അവിടെ എത്തി ആലോചന നൽകിയില്ലേ, വെളിപ്പാട് നൽകിയില്ലേ? ആദരണീയനായ നമ്മുടെ ബാപ്പുജി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു യോഗം നടത്തിയാൽ അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ കൂടി വരും. പക്ഷേ അദ്ദേഹത്തിനോട് വരാൻ കഴിയില്ല. വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞന്മാരെ അനുസ്മരിക്കുന്ന മീറ്റിംഗുകളിൽ ആയിരങ്ങൾ കൂടി വന്നാലും മൺമറഞ്ഞവർ വരികയില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ 2 or 3 പേർ കൂടിയാൽ അവരുടെ നടുവിലിറങ്ങി വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ദൈവമത്രേ. മനസ്സ് തകർന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ തൊട്ടാലോചന പറയുകയാണ്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നിന്റെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട്, വഴിയിലിട്ടച്ചു പോകത്തില്ല. നീ ദൈവവിളി കേട്ട് ഇറങ്ങിത്തിരിക്കുന്നവൻ ആണെങ്കിൽ, ദൈവവിളി കേട്ടാണ് ഇറങ്ങിത്തിരിച്ചതെങ്കിൽ കാലുവയ്ക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ മുകളിലല്ല, ജനറൽ ബോഡി തീരുമാനിച്ച അജണ്ടയുടെ പുറത്തല്ല, പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തന്റെ ഉറപ്പേറിയ വാഗ്ദത്തത്തിൽ ചവിട്ടിയാണ് നീ വിശ്വാസത്തിന്റെ പാതയിൽ ചുവടുവയ്ക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്കു വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നവനായതുകൊണ്ട് അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നമ്മുടെ ചിന്തയ്ക്കായി പരിശുദ്ധാത്മ നൽകിയ വാക്യം ആരംഭിക്കുന്നത് അതുകൊണ്ട് എന്ന പ്രയോഗത്താലാണ്. അതുകൊണ്ട് എന്ന പ്രയോഗം നാം വിഭജിച്ചു ചിന്തിച്ച 4 കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്ന് വെളിപ്പെടുത്തുകയാണ്, എന്ന് സൂചിപ്പിക്കുകയാണ് ആ പദം. അതുകൊണ്ട് യേശുക്രിസ്തു തന്റെ ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണെന്ന്, ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനുള്ള ഏക മാർഗം ക്രിസ്തുവാണെന്ന്, എല്ലാവരും മരിച്ചു മൺപറയുമ്പോൾ സദാ ജീവിക്കുന്നവനാണ് ക്രിസ്തുവെന്ന് ഇങ്ങനെ തറപ്പിച്ചു പറയാൻ എന്താണ് കാരണം? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ കുറിവാക്യത്തിന്റെ പ്രാരംഭത്തിലുള്ള അതുകൊണ്ട് എന്ന പദം. അതുകൊണ്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇബ്രായ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. മനുഷ്യനെ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. അതിപ്രസക്തമായ 2 ചോദ്യങ്ങൾ വിശുദ്ധ തിരുവഴുത്തിൽ 3500-ൽ പരം ചോദ്യങ്ങളാൽ നിബിഡമാണ്. വെറുതെ ചോദ്യം ചോദിച്ച് കുഴപ്പിക്കുകയല്ല, എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി വ്യക്തമായി വിശുദ്ധ തിരുവഴുത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് 6-ാം വാക്യത്തിൽ കണ്ടത്. ദൈവത്തോടാണ് ചോദ്യം. മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ഈ മനോഹര പ്രപഞ്ചത്തിൽ ദൈവസൃഷ്ടിയിൽപ്പെട്ട എത്രയെത്ര സുന്ദര വസ്തുക്കളുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരിയായി മനുഷ്യനെ ഓർക്കേണ്ടതിന് അവനെന്താണ് പ്രത്യേകത, അവനോട് മാത്രം എന്താ ഇത്ര വലിയ സ്നേഹം. കുഞ്ഞേ, മഹാദൈവത്തിന്റെ തിരുഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെക്കുറിച്ചുള്ള ആഗ്രഹമാണ്, ചിന്തയാണ്, പ്രതീക്ഷയാണ്. കുഞ്ഞെ, നിന്നെ ഉദരത്തിൽ ചുമക്കുന്ന അമ്മ മറന്നുപോയാലും, ജന്മം നൽകിയ അപ്പൻ നിന്റെ കാര്യം ഓർത്തില്ലെങ്കിലും സ്വർഗീയ പിതാവ് നിന്നെ മറക്കത്തില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, മാനവജാതിയെയും ചൂണ്ടിച്ചോദിക്കുന്നു. മനുഷ്യരെ ഓർക്കേണ്ടതിന് അവന് എന്തുമാത്രം, എന്താ ഇത്ര വലിയ പ്രത്യേകത അവന്? മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത് എന്ന് ചോദിച്ചിട്ട് ചോദ്യകർത്താവ് തന്റെ വാക്കിന് മൂർച്ച കൂട്ടുകയാണ്. മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്തുമാത്രം. മറ്റെന്തിനേക്കാൾ ഉപരിയായി മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന്, അവന്റെ സകല ആവശ്യങ്ങളും ദൈവം സന്ദർശിച്ച് നടത്തിക്കൊടുക്കേണ്ടതിന് അവന് മാത്രം എന്താ ഇത്ര പ്രത്യേകത?
മനുഷ്യ നേത്രങ്ങൾക്ക് കുളിർ പകരുന്ന ചാരുതയാർന്ന സൃഷ്ടികൾ എണ്ണിത്തീർക്കാനാവാത്ത വിധം പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ അതെല്ലാം ഒഴിവാക്കിയ ദൈവം എല്ലാ ദിവസവും വെയിലാറുമ്പോൾ മനുഷ്യനെ കാണാൻ വേണ്ടി ഏദൻ തോട്ടത്തിൽ പോയതെന്തിനാണ്? സ്തോത്രം. ആണ്ടിലൊരിക്കൽ സന്ദർശിച്ചെന്നല്ല, ഇടയ്ക്കിടെ സന്ദർശനം നടത്തിയെന്നല്ല, വെയിലാറുമ്പോഴൊക്കെയും ഏദനിൽ തന്റെ കുഞ്ഞുങ്ങളെ കാണാൻ സൃഷ്ടാവായ ദൈവം ഇറങ്ങിച്ചെന്നു. പാപം ചെയ്ത ആദിമ ദമ്പതികളെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ദൈവം ആമേൻ അവരെ സന്ദർശിച്ചില്ല. ഇതിന്റെ അർത്ഥം മനുഷ്യനെ നിത്യമായി മറന്നു കളഞ്ഞെന്നല്ല. ദാവീദിന്റെ ഒരു വാക്കുണ്ട്, ശ്രദ്ധിച്ചേ. 17-ാം സങ്കീർത്തനം 3-ാം വാക്യം, ദൈവമേ രാത്രിയിൽ നീ എന്നെ സന്ദർശിച്ചു, ദുരുദ്ദേശം ഒന്നും കണ്ടെത്തിയതുമില്ല. പാപം ചെയ്തവനെ ഇനി ഒരിക്കലും സന്ദർശിക്കില്ലെന്നല്ല, തന്റെ സൃഷ്ടിയോടുള്ള വാത്സല്യ നിമിത്തം, സ്നേഹം നിമിത്തം കർത്താവ് വീണ്ടും വീണ്ടും അവരെ സന്ദർശിക്കുന്നു. എന്റെ ദൈവമേ, നിന്നോട് ഞാൻ പാപം ചെയ്തു പോയി എന്നൊരു വാക്ക് കുഞ്ഞെ ഹൃദയപൂർവ്വം നിന്റെ നാവിൽ നിന്ന് പുറത്തു വന്നാൽ ഈ രാത്രിയിൽ മഹാദൈവം നിന്നെ സന്ദർശിക്കും. ദൈവപുത്രന്റെ നിഷ്കളങ്ക രക്തം കൊണ്ട്, പുണ്യാഹ രക്തം കൊണ്ട് നിന്നെ ശുദ്ധീകരിക്കും. പരിഹരിക്കാനാവാത്ത പ്രതികൂലങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന ജീവിതമേ, നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരം വരുത്തുവാനൊരു മാർഗമുണ്ട്. ഒരേ ഒരു മാർഗം, ഉള്ളുരുകി മഹാദൈവത്തെ വിളിക്കുക, യേശുക്രിസ്തുവിന്റെ പാതാരവിന്ദങ്ങളിൽ വീഴുക, ജീവനുള്ള ദൈവത്തെ അഭയം പ്രാപിക്കുക. നിനക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവ് നിന്നെ സന്ദർശിച്ച സ്ഥിതി മാറ്റും. കുഞ്ഞെ, നീ മനുഷ്യകുലത്തിൽപ്പെട്ടവനാണെങ്കിൽ ദൈവത്തിന് നിന്നെ മറക്കാൻ കഴിയത്തില്ല, ഒഴിവാക്കാൻ കഴിയില്ല. ദൈവം രാത്രിയിൽ ദാവീദിനെ സന്ദർശിച്ചു. ദാവീദിനെ മാത്രമല്ല, പ്രപഞ്ചത്തിൽ കണ്ണുനീരോടെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആരായിരുന്നാലും കർത്താവ് അവരെ സന്ദർശിക്കും. യോഹന്നാൻ 13:24, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. യേശു പറയുക, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. അവൻ എന്റെ പിതാവ്, അവനെ എന്റെ പിതാവ് സ്നേഹിക്കും. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, ഞങ്ങൾ അവനോടുകൂടെ വാസം ചെയ്യും. നിങ്ങൾ സ്വർഗത്തിൽ വരുമ്പോൾ ഒരുമിച്ച് വസിക്കാമെന്നല്ല. ഈ ഊഷര മരുഭൂമിയിൽ കുഞ്ഞെ ദൈവവചനം പ്രമാണിക്കുന്നവനാണോ? പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവം നിന്നോട് കൂടെ വസിക്കും. മനുഷ്യനെ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്തുമാത്രം. സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ നിത്യസ്നേഹം പകർന്നു വയ്ക്കാനായി തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ച, നിർമ്മിച്ച മാനപാത്രമാണ് മനുഷ്യൻ. സകല സൃഷ്ടിയെയും അടക്കി വാഴാൻ അധികാരോവകാശവും ആധിപത്യവും കൊടുത്തിട്ടും മനുഷ്യൻ ദൈവം പ്രതീക്ഷിച്ച നിലവാരത്തിലെത്തിയില്ല. പ്രത്യുത നാശത്തിലേക്ക്, അധപ്പതനത്തിലേക്ക് താണു പോകുന്നു. ഈ സങ്കീർണമായ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാനാണ് കവലകൾ തോറും തികവിലേക്ക് നടത്തുന്ന സുവിശേഷം അടിയങ്ങൾ പ്രസംഗിക്കുന്നത്. കുഞ്ഞെ, നിന്റെ വീട്ടിൽ പ്രശ്നമുണ്ടായിരിക്കാം, ശരീരത്തിൽ പ്രശ്നമുണ്ടായിരിക്കാം, ജീവിത സാഹചര്യങ്ങളിലൊക്കെ പ്രശ്നമുണ്ടായിരിക്കാം. അതെല്ലാം പരിഹരിച്ചു തരുവാൻ പ്രാപ്തനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യനെക്കുറിച്ച് സർവശക്തനായ ദൈവത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. എന്ന് പറഞ്ഞ കുഞ്ഞെ, നിന്നെക്കുറിച്ച് ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. സഹോദര, നീ ദൈവത്തിന്റെ പ്രതീക്ഷയാണ്. നീ എന്നും പരാജയം ചുമക്കേണ്ടവനല്ല, ഒന്നിന്റെ മുൻപിലും തലകുനിച്ച് കീഴടങ്ങേണ്ടവനല്ല. സകലത്തിനെയും അടക്കി വാഴുവാനാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത്. എന്നാൽ തിന്മയുടെ ഗന്ധം മാനവകുലത്തെ മുഴുവനും ഗ്രസിച്ചിരിക്കുന്നു. കുടുംബമായി ഒന്നിച്ചിരുന്നൊരു വാർത്ത കാണാനോ കേൾക്കാനോ പോലും കഴിയാത്ത നിലയിൽ മലീമസമായിരിക്കുന്ന ചുറ്റുപാടുകൾ. ഈ സാഹചര്യത്തിന് മാറ്റം വന്നേ മതിയാകൂ. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ കാൽവറിയുടെ കൊലമരത്തിൽ പങ്കപ്പാടുകൾ സഹിച്ച് മരണം വരിച്ചത്. എബ്രായ ലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതകൾ അക്കമിട്ട് എണ്ണി പറയുമ്പോൾ ഏറ്റവും ഉപരിയായി തുടിച്ചു നിൽക്കുന്ന ഒരു കാര്യമുണ്ടതാണ് ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു. പൗരോഹിത്യം എന്നത് വിശുദ്ധ വേദപുസ്തകം വിശദമായി പ്രതിപാദിക്കുന്ന വിഷയമാണ്. 6 തരം പൗരോഹിത്യത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. ഒന്ന്, ജാതീയ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത രൂപം കൊള്ളുന്നതിന് മുൻപ് ജാതീയ പൗരോഹിത്യം നിലവിലുണ്ടായിരുന്നു. നമ്മുടെ യോസേഫ് വിവാഹം കഴിച്ചതും ഇസ്രായേലിലെ പുരോഹിതന്റെ മകളെയാണല്ലോ. ശ്രേഷ്ഠനായ യോസേഫിന് ശേഷം 400 സംവത്സരം കഴിഞ്ഞ് ദൈവപുരുഷനായ മോശ വിവാഹം കഴിച്ചത് മിദ്യാനിലെ പുരോഹിതന്റെ മകളെയാണ്. അങ്ങനെയാണെങ്കിൽ അഹരോന്യ പൗരോഹിത്യം രൂപപ്പെടുന്നതിന് മുമ്പ് നിലനിന്ന പൗരോഹിത്യമാണ് ജാതീയ പൗരോഹിത്യം. അതുകൊണ്ട് തന്നെ ലേവ്യ പൗരോഹിത്യം നിത്യ പൗരോഹിത്യം എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. അഹരോന്യ പൗരോഹിത്യം രണ്ടാമത്തേതാണ്. അഹരോന്യ പൗരോഹിത്യം അഹരോന്റെ കുടുംബത്തിൽ മാത്രം നിലനിന്ന അഹരോന്യ പൗരോഹിത്യം കാലക്രമത്തിൽ ലേവി ഗോത്രത്തിന് മുഴുവൻ അവകാശമായി മാറുന്നു. അതാണ് ലേവ്യ പൗരോഹിത്യം. അഹരോന്യ കുടുംബത്തിന് മാത്രമല്ല, ലേവി ഗോത്രത്തിൽ 20 വയസ്സ് മുതൽ പ്രായമുള്ള പുരുഷപ്രജയ്ക്കെല്ലാം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അനുവാദം നൽകുന്നു. ഇതാണ് ലേവ്യ പൗരോഹിത്യം.
4 മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. സമയത്തിന്റെ പരിമിതി കൊണ്ട് വിശദീകരിക്കുന്നില്ല. 5 ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തുവിന്റെ പൗരോഹിത്യം, നിത്യപൗരോഹിത്യം. 6 ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭാജനങ്ങൾ മുഴുവനും ഉൾപ്പെടുന്ന രാജകീയ പുരോഹിത വർഗം. ഇപ്രകാരം 6 തരത്തിലുള്ള പുരോഹിത വർഗത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഏത് പൗരോഹിത്യത്തിന്റെ കീഴിലാണെന്ന് മനോബോധമുള്ളവരായിരിക്കണം. ആത്മപരിശോധനയ്ക്ക് വിധേയരാകണം. ഏത് പൗരോഹിത്യത്തിന്റെ കീഴിലാണ് നീ ഉള്ളത്? അന്ധവിശ്വാസ നിബദ്ധമായ ജാതീയ പൗരോഹിത്യമാണോ? ആചാരാനുഷ്ഠാനങ്ങളിൽ കിടക്കുന്ന അഹരോന്യ പൗരോഹിത്യമാണോ? ലേവി ഗോത്രം തൊഴിലായി സ്വീകരിച്ച പൗരോഹിത്യമാണോ? അതോ രാജകീയ പുരോഹിത വർഗമാണോ? എബ്രായ ലേഖനം 2:17-18 വാക്യങ്ങളിലാണ് നമ്മുടെ ചിന്തയ്ക്കാധാരമായ വിഷയത്തിന്റെ ഉത്തരം കിടക്കുന്നത്. ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരുടെ സദൃശനായിത്തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. സ്തോത്രം. ക്രിസ്തുവിന്റെ പൗരോഹിത്യം 2-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയ ശേഷം എബ്രായ ലേഖനം 3:1 പറയുന്നു, അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ഉലകത്തിൽ പൗരോഹിത്യം ചുമന്നുകൊണ്ട് നടക്കുന്ന വ്യക്തികൾ നിരവധിയുണ്ടെങ്കിലും ശ്രദ്ധിച്ചു നോക്കി അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു പുരോഹിതനെ ഉലകത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അവനാണ് ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു. അതെ 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 ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിഷ്ഫലമായ ആചാരങ്ങളുടെ വക്താക്കളായി വിളങ്ങിത്തിളങ്ങി നിൽക്കുന്ന മതത്തിന്റെ പുരോഹിതന്മാരല്ല. പിന്നെയോ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തുവിനെ നോക്കുക. എന്താ അവന്റെ പ്രത്യേകത? 4:14 ആകയാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. മോടിയുള്ള വസ്ത്രം ധരിച്ച് ഈ ഭൂമിയിൽ ചുറ്റിക്കറങ്ങിയ പുരോഹിതന്മാരല്ല, ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ സ്വീകാരം മുറുകെ പിടിക്കണം. പാരമ്പര്യവാദികൾ എന്തു വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ഇന്നലെ മുളച്ചു വന്നവരാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കട്ടെ, നമുക്കുള്ള സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ന്യായപ്രമാണത്തിന്റെ പാരമ്പര്യത്തിൽ പ്രശംസിക്കാതെ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ചുവടുവെച്ച എബ്രായ ക്രൈസ്തവർക്ക് ഒറ്റപ്പെടുത്തലിന്റെ നടുവിലും കുറ്റപ്പെടുത്തലിന്റെ മുൻപിലും ഒന്നുമില്ലായ്മയുടെ നടുവിലും വിലപ്പെട്ട 4 കാര്യങ്ങളുള്ളതായി പൗലോസ് രേഖപ്പെടുത്തുന്നു. അതിലേറ്റവും പ്രധാനമാണ് ആകാശത്തൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാലം ചെയ്തു മാറി മാറി വരുന്ന പുരോഹിതന്മാരല്ല, ആകാശത്തൂടെ കടന്നുപോകുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. കുഞ്ഞെ, നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്റെ ജീവിതത്തെ ശത്രു തൊടാതെ പരിപാലിക്കുവാൻ, വിശ്വാസ ജീവിതത്തിന് വേണ്ടതെല്ലാം നൽകിത്തരുവാൻ, നിന്റെ തലമുറയെ നേർവഴി നടത്തുവാൻ, അവർക്ക് നല്ല ഭാവി ഒരുക്കിക്കൊടുക്കുവാൻ, താൻ മുഖാന്തരം ദൈവത്തോടടുത്തു വരുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവൻ, അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. മഹാപുരോഹിതന്റെ ഔദ്യോഗിക പദവി മനസ്സിലാകണമെങ്കിൽ യഹൂദന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കണം. മഹാപുരോഹിതനിൽ അധിഷ്ഠിതമായിരിക്കുന്ന അധികാരങ്ങൾ ന്യായപ്രമാണം രേഖപ്പെടുത്തിയിരിക്കുന്നത് നിരവധിയാണ്. അതെല്ലാം വിശദീകരിക്കാൻ ഈ ചെറിയ സന്ദേശത്തിൽ സമയം അനുവദിക്കുന്നില്ല. ന്യായപ്രമാണത്തിന് കീഴിലുള്ള വ്യക്തി ഏതെങ്കിലും ഒരു തെറ്റു ചെയ്താൽ കോടതി അവനെ ശിക്ഷയ്ക്ക് വിധിച്ചാലും അതിന്മേൽ ആത്യന്തിക തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം മഹാപുരോഹിതനുണ്ട്. തെളിവിനായി നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 13-ാമത് വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ദൃക്സാക്ഷിയായ പത്രോസ് തന്റെ പ്രസംഗത്തിൽ വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുൻപിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. യേശുക്രിസ്തുവിനെ ന്യായാധിപ സംഘം മാറി മാറി വിസ്തരിക്കുന്നതിന് ദൃക്സാക്ഷിയായ പത്രോസ് പറയുന്ന കാര്യമാണ്. യേശുവിനെ വിട്ടയക്കാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് യഹൂദ ജനത രക്ഷാനായകനെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പീലാത്തോസ് വിധിച്ചത് യേശുവിനെ വിട്ടയക്കാനായിരുന്നു. പ്രിട്ടോറിയം എന്ന കൽത്തളത്തിൽ ഉറപ്പിച്ച ഇരുമ്പ് കുറ്റിയിൽ
കെട്ടപ്പെട്ടവനായി ശാരോനിലെ പനിനീർ പുഷ്പമായ ക്രിസ്തുയേശു അടിയേൽക്കാനായി ഇതാ കുനിഞ്ഞു നിൽക്കുന്നു. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ വായ തുറക്കാതെ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുവാൻ അവന്റെ ഓമൽ പൂമേനി ഉഴവുചാലുകൾ പോലെ തല്ലി തകർക്കപ്പെടുവാനായി ഇതാ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എല്ലാം കണ്ടുനിന്ന പത്രോസ് പറയുന്നു, ഒന്ന് കുറയെ 40 അടി യേശു ക്രിസ്തുവിന് നൽകിയ ശേഷം, അവന്റെ ശരീരം കീറി മുറിച്ച ശേഷം പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, അതുകൊണ്ട് ഞാനവനെ അടുപ്പിച്ചു വിട്ടയക്കാൻ വിധിക്കുകയാണ്. ഒരു കുറ്റവും കാണുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് അടുപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ മതമേധാവിധികളെ തൃപ്തിപ്പെടുത്താൻ എന്നതാണ് ഉത്തരം. യേശുവിനെ വിട്ടയക്കാൻ പീലാത്തോസ് വിധിച്ചു. പക്ഷേ യഹൂദജനം അവനെ തള്ളിക്കളഞ്ഞു. ക്രിസ്തുവിനെയല്ല ഞങ്ങൾക്ക് വേണ്ടത്, കൊടും ക്രൂരതയുടെ പര്യായമായ ബറബ്ബാസിനെ വിട്ടുതരണം. നാം പ്രാർത്ഥനയോടെ ഈ വേദഭാഗങ്ങൾ പഠിച്ചാൽ പീലാത്തോസിന്റെ മനോഭാവം ബോധ്യമാകും. നീ എന്തുകൊണ്ട് വായി തുറന്ന് സംസാരിക്കുന്നില്ല? നിന്നെ വിട്ടയക്കാൻ എനിക്ക് അധികാരമുണ്ട്, നീ മനസ്സിലാക്കണം. ന്യായാധിപൻ യേശുവിനോട് പറയുകയാണ്. എന്താ ഇതിന്റെ അർത്ഥം? അവനെ ക്രൂശിക്കാൻ പീലാത്തോസിന് ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് വിട്ടയക്കാൻ വിധിച്ചു. അപ്പോൾ ഒരു ചോദ്യം വരുന്നു, റോമൻ ഭരണാധികാരിയായ പീലാത്തോസ് വിട്ടയക്കാൻ വിധിച്ചിട്ടും ആരാണ് യേശുവിനെ ക്രൂശിക്കാൻ വിധിച്ചത്? പ്രിയപ്പെട്ടവരെ, 4 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിനെ വിസ്തരിക്കുന്ന ഭാഗം നാം പ്രാർത്ഥനയോടെ പഠിച്ചാൽ യഹൂദ ജനതയോട് പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ കുറ്റവാളിയെന്ന് മുദ്രകുത്തി കൊണ്ടുവന്ന് യേശു ക്രിസ്തു ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമായിരിക്കും, അതുകൊണ്ട് ഞാനവനെ വിട്ടയക്കാൻ വിധിക്കുന്നു. കാര്യം കൈമറിഞ്ഞു പോകുമെന്ന് മതമേധാവികൾക്ക് ബോധ്യമായപ്പോൾ പരമാധികാരിയായ മഹാപുരോഹിതൻ എഴുന്നേറ്റു. താൻ പറഞ്ഞു, അല്ലയോ പീലാത്തോസേ, നിങ്ങൾ വിധിയെഴുതിയ റോമൻ പീനൽ കോഡ് ഉണ്ടല്ലോ, അതിൻ പ്രകാരം ഇവൻ കുറ്റക്കാരനല്ലായിരിക്കും. എന്നാൽ ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്. ആ ന്യായപ്രമാണ പ്രകാരം ഇവൻ വധശിക്ഷയ്ക്ക് അർഹനാണ്. സ്തോത്രം. അങ്ങനെ നീ ചെയ്യുന്നില്ലെങ്കിൽ നീ കൈസറുടെ സ്നേഹിതനല്ല. സ്തോത്രം. ഭീഷണി നിറഞ്ഞ ഈ വാക്ക് കേട്ട് സകലരും കാണുക വെള്ളമെടുത്ത് കൈ കഴുകിയ ശേഷം, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. റോമൻ നിയമത്തെ മറികടന്നുകൊണ്ട് ന്യായപ്രമാണ നിയമപ്രകാരം മഹാപുരോഹിതൻ വിധിച്ചു, യേശുവിനെ ക്രൂശിക്കണം, ബറബ്ബാസിനെ വിട്ടയക്കണം. പ്രിയ ദൈവജനമേ, ആകാശത്തൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എല്ലാ നിയമങ്ങൾക്കും മീതെ പരമാധികാരമുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഒരിക്കലും വിടുതൽ പ്രാപിക്കില്ലെന്ന് സകലരും പറയുന്ന വിഷയത്തിൽ നിന്നും നിന്നെ വിടുവിച്ചയപ്പാൻ അധികാരമുള്ളവൻ, ആകാശത്തൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. മാരക രോഗം നിന്നെ മരണത്തിന് വിധിച്ചാൽ നീ മരിക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തുവാണ്. അധികാരമുള്ള കർത്താവാണ്. അവൻ വിധിക്കാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും വീഴുകയില്ല. ആകാശത്തൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ മരണത്തെ ജയിച്ചവനായതുകൊണ്ട് മരണത്തിൽ നിന്നും നിന്നെ വിടുവിപ്പാൻ വിട്ടയപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ക്യാൻസർ വന്നാലും, അറ്റാക്ക് വന്നാലും, കിഡ്നി ഫെയിലായാലും, ശ്വാസകോശം കേടായാലും, ബ്രെയിൻ ട്യൂമർ വന്നാലും, ബ്ലഡ് ക്യാൻസർ ബാധിച്ചാലും, എന്തു തന്നെ സംഭവിച്ചാലും നിന്നെ മരണവിധിയിൽ നിന്നും വിട്ടയപ്പാൻ പ്രാപ്തനായ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഇന്നും ജീവിക്കുന്നു. ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അന്ത്യവിധി പറയേണ്ടത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളല്ല, പരമവൈദ്യനായ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവാണ്. സ്തോത്രം. എബ്രായലേഖനം 5:11 പൗലോസ് പറയുന്നു, ഇതേക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. ആകാശത്തൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിന്റെ ശ്രേഷ്ഠ പൗരോഹിത്യത്തെക്കുറിച്ച്, നിത്യപൗരോഹിത്യത്തെക്കുറിച്ച് അതെ ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. എങ്കിലും നിങ്ങൾ മാന്യമുള്ളവരാകയാൽ തെളിയിച്ചു തരുവാൻ വിഷമം. എഴുത്തുകാരൻ പറയുന്നു, ഈ സബ്ജക്റ്റ് അത്ര ഈസിയല്ല. നിങ്ങൾ മാന്യമുള്ളവരാകയാൽ തെളിയിച്ചു തരാൻ വിഷമമാണ്. കുഞ്ഞെ, പരമമായ ഈ സത്യം നിന്റെ ഉള്ളിൽ നിറഞ്ഞാൽ ഒരു നിമിഷം പോലും താമസിക്കാതെ നീയും ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിന്റെ വകയായി മാറും. 8:4 നോക്കൂ. അവൻ ഭൂമിയിൽ ആയിരുന്നു എങ്കിൽ പുരോഹിതൻ ആകയില്ലായിരുന്നു. യേശുക്രിസ്തു 33 വർഷം ഭൂമിയിൽ ഉണ്ടായിരുന്നു. അന്നവൻ പുരോഹിതനല്ലായിരുന്നു. പൗരോഹിത്യ ദുഷ്കൃത്യങ്ങളെ അടിമുടി വിമർശിച്ച മനുഷ്യപുത്രനായിരുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശുക്രിസ്തു പരമാധികാരിയായ ആകാശത്തൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പൗരോഹിത്യത്തിന്റെ പ്രസക്തി വിശദീകരിക്കുന്നുണ്ട്. 7:11 നോക്കിയാൽ മതിയാവും. ലേവ്യ പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 8 കൂട്ടം വസ്ത്രം ധരിച്ച് അന്തർമന്ദിരത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ ആശീർവദിക്കുവാൻ ന്യായപ്രമാണപ്രകാരം നിയുക്തരാക്കപ്പെട്ട വ്യക്തികളാണ്
പുരോഹിതന്മാരാണ് ലേവ്യ പുരോഹിതന്മാർ. അവരെക്കുറിച്ച് പറയുകയാണ്, ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ കർമ്മപ്രകാരമെന്ന് പറയാതെ മൽക്കീസേദക്കിന്റെ കർമ്മപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്താണ് ആവശ്യം? പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടി മാറ്റം വരാൻ ആവശ്യം. എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിൽ നിന്നുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിന്മേൽ ശുശ്രൂഷ ചെയ്തിട്ടില്ലല്ലോ. പരിശുദ്ധാത്മ പറയുന്നു, ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വരാഞ്ഞതുകൊണ്ടാണ് മറ്റൊരു പൗരോഹിത്യം ദൈവം അയച്ചത്. ന്യായപ്രമാണത്തിന്റെ പൗരോഹിത്യം സമ്പൂർണത നൽകിയിരുന്നുവെങ്കിൽ, അഥവാ വിശ്വാസികളുടെ രക്ഷയ്ക്ക് പര്യാപ്തമായിരുന്നെങ്കിൽ മറ്റൊരു ഗോത്രത്തിൽ നിന്ന് പുതിയ ഒരു പൗരോഹിത്യം ഉടലെടുക്കേണ്ട ഗതികേട് വരികയില്ലായിരുന്നു. എത്ര കൃത്യമായും വ്യക്തമായുമാണ് പരിശുദ്ധാത്മാവ് ഈ വിഷയം ദൈവകുഞ്ഞുങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഏതൊരു വ്യക്തിക്കും ചോദ്യം ചെയ്യാനാവാത്ത വിധം സ്പഷ്ടമായ വിശദീകരണം. എബ്രായ ലേഖനകാരൻ തുടരുകയാണ്, പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടി മാറ്റം വരണമല്ലോ. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തമർപ്പിച്ചുള്ള ന്യായപ്രമാണത്തിന്റെ ആരാധനാ വ്യവസ്ഥ ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ തന്റെ തിരുരക്തം അവസാനതുള്ളിയും ഒഴുക്കിക്കൊണ്ട് മാറ്റിയതാണ്. സ്തോത്രം. പൗരോഹിത്യം മാറിപ്പോകുന്നതുകൊണ്ട് ന്യായപ്രമാണവും മാറിപ്പോകണമെന്ന് വേദപുസ്തകം പറയുന്നു. പൗരോഹിത്യം മാറിയെങ്കിൽ ന്യായപ്രമാണവും മാറണം. ഇതൊക്കെ കൊണ്ടാണ് എബ്രായ ലേഖനത്തെ കാനോനികമല്ലെന്ന് വരുത്തി തീർക്കുവാൻ മതമേലധ്യക്ഷന്മാർ കിണഞ്ഞു പരിശ്രമിച്ചത്. എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം ഇന്നും ആയിരങ്ങൾക്ക് ഉൾവെളിച്ചം പകർന്നുകൊണ്ട് ശോഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 7-ാം അധ്യായം 20-21 വാക്യങ്ങൾ. അവർ ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നു. ഇവനോ നീ എന്നേക്കും പുരോഹിതൻ, കർത്താവ് സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവനിട്ട ആണയോടുകൂടെ തന്നെ. മുൻപ് വന്ന പുരോഹിതന്മാർ, ലേവ്യ പൗരോഹിത്യവും അഹരോന്യ പൗരോഹിത്യവും എല്ലാം ആണകൂടാതെയാണ് പുരോഹിതന്മാരായത്. ഇവനോ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനോ സ്വർഗത്തിലെ ദൈവമിട്ട ആണയോടുകൂടി പുരോഹിതനായി. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം ആണയിട്ട് പുരോഹിതനാക്കി. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? 175 വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലേക്ക് നമ്മുടെ ബൈബിൾ വിവർത്തനം ചെയ്തപ്പോൾ പ്രാചീനമായി അന്ന് ഉപയോഗിച്ച ഭാഷയാണ് ഈ ആണ എന്നുള്ള പദം. ഇന്നും അതാണ് ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കേവലം 50 വർഷങ്ങൾക്ക് മുമ്പുള്ള മലയാളത്തിന് ഒത്തിരി പരിമിതികളുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നോക്കിയാൽ 175 വർഷങ്ങൾക്ക് മുമ്പുള്ള മലയാളം എന്തെല്ലാം ന്യൂനതകളുണ്ടായിരിക്കാം. പുതിയ തലമുറയ്ക്ക് ആണ എന്ന വാക്ക് മനസ്സിലായി എന്ന് വരികയില്ല. ചുരുക്കമായി വിശദീകരിക്കാൻ ശ്രമിക്കാം. ആണ എന്ന പദത്തിന് ഇംഗ്ലീഷിൽ ഓത്ത് എന്ന വാക്കാണ്. OATH. അർത്ഥം സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ ബഹുഭൂരിപക്ഷത്തോടെ ജയിച്ചാലും അധികാരം കൈയാളണമെങ്കിൽ ഓത്തെടുക്കണം, സത്യപ്രതിജ്ഞ ചെയ്തേ പറ്റൂ. എന്താണ് ഇതിന്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? മറ്റു പൗരോഹിത്യം സ്വർഗത്തിലെ ദൈവം ചെയ്ത സത്യപ്രതിജ്ഞയോടെ പുരോഹിതന്മാരായതല്ല. സ്തോത്രം. പരമ്പരാഗതമായി കൈമാറി വന്നതാണ്. യേശുവോ ആകാശത്തൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. പിതാവായ ദൈവം സത്യപ്രതിജ്ഞയോടുകൂടി അധികാരം നൽകി അയച്ചവനാണ്. വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതല്ല കുഞ്ഞെ സത്യപ്രതിജ്ഞ. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ ഒരു വലിയ ട്രെയിൻ അപകടമുണ്ടായി. അതെ, ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 100 കണക്കിന് ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു. ഈ വാർത്തയറിഞ്ഞ ലാൽ ബഹദൂർ ശാസ്ത്രി സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം ചിതറിത്തെറിച്ച കബന്ധങ്ങളെ കോരിയെടുത്ത് ചങ്കുപൊട്ടിക്കരയുന്ന ജനങ്ങളെ കണ്ട് മനസ്സ് വേദനിച്ച ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ഒരു കത്തെഴുതി. കഴിഞ്ഞ 20 മാസമായി എന്നെ വിശ്വസ്തനെന്നെണ്ണി അങ്ങയുടെ മന്ത്രിസഭയിൽ റെയിൽവേ വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചു. എന്നാൽ ഇന്ന് സംഭവിച്ച ഈ മഹാദുരന്തം നേരിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഈ ചുമതല നിർവഹിക്കാൻ ഞാൻ പ്രാപ്തനല്ല. അതുകൊണ്ട് കഴിവും പ്രാപ്തിയുമുള്ള മറ്റാരെയെങ്കിലും ദയവായി ഈ സ്ഥാനത്തേക്ക് നിയമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കത്ത് വായിച്ച നെഹ്റു ചോദിച്ചു, അങ്ങയല്ലല്ലോ ട്രെയിൻ ഓടിച്ചത്, താങ്കളല്ലല്ലോ സിഗ്നൽ നൽകിയത്, മറ്റുള്ളവരല്ലേ, പിന്നെന്തിന് താങ്കൾ സ്ഥാനം ഉപേക്ഷിക്കണം? അദ്ദേഹം പറഞ്ഞു, ഈ ചുമതലയിലേക്ക് വരുമ്പോൾ ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കും, യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. അതെന്റെ ഉത്തരവാദിത്വമാണ്.
ദൈവനാമത്തിലാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ ഈ സംഭവത്തോടെ ഞാൻ മനസ്സിലാക്കുന്നു, യാത്രക്കാരെ അതിന്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ ഞാൻ പ്രാപ്തനല്ല. അതുകൊണ്ട് ദയവായി കഴിവുള്ള മറ്റൊരാളെ, പ്രാപ്തിയുള്ള മറ്റൊരാളെ നിയമിക്കണം. ഇന്ത്യൻ റെയിൽവേയിൽ വിശ്വസിച്ച് യാത്ര ചെയ്തവരെ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റവൻ രാജിവെച്ചു. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് രാജിവെച്ചൊഴിയുന്നവനല്ല, മരണം മൂലം മാറ്റപ്പെടുന്നവനല്ല. സദാ ജീവിക്കുന്ന ക്രിസ്തു, നിത്യനായ ദൈവപുത്രൻ, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവരെ അവൻ വഴിയിലിട്ടച്ചു പോകുന്നവനല്ല, നിത്യതയിൽ പിതാവിന്റെ അടുക്കൽ എത്തിക്കുമെന്ന് പിതാവിന്റെ മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ആണയിട്ട് ഉത്തരവാദിത്വമുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. കയ്യബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് കൈയൊടിയുന്നവനല്ല, ആണയോടുകൂടി ശ്രേഷ്ഠ മഹാപുരോഹിതനായി തീർന്ന യേശു ക്രിസ്തു താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവരെ പിതാവിന്റെ സന്നിധിയിലെത്തിക്കുവാൻ തക്കവണ്ണം അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ, ആകാശത്തൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു, അവൻ മഹാദൈവമത്രേ. എബ്രായ ലേഖനം 7:23. വിശേഷതയേറിയ നിയമത്തിന് യേശു ക്രിസ്തു ഉത്തരവാദിയായി. ആണയോടുകൂടി ശ്രേഷ്ഠ മഹാപുരോഹിതനായി ചുമതലയേറ്റവൻ ന്യായപ്രമാണത്തിനല്ല, വിശേഷതയേറിയ പുതിയ നിയമത്തിന് ഉത്തരവാദിയായി മാറി. ന്യായപ്രമാണത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല, വിശേഷതയേറിയ പുതിയ നിയമത്തിന് അതേ ക്രിസ്തു ഉത്തരവാദിയായതുകൊണ്ട് നിന്നെ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ, പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ. കുഞ്ഞെ, നിന്നെ നിത്യതയിൽ എത്തിക്കുവാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തവൻ, സ്തോത്രം, യേശു ക്രിസ്തുവാണ്. അവനാണ് നിനക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചത്, അവനാണ് തകർക്കപ്പെട്ടത്. ഇരു കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മൂന്നാണികളിൽ തൂങ്ങിയാടിയ ദൈവപുത്രൻ, ആകാശത്തൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു, അവനാണ് നിന്റെ ആത്മാവിന്റെ ഉടയവൻ, അവനാണ് നിന്നെ ന്യായം വിധിക്കാൻ അധികാരമുള്ളവൻ, അവനാണ് നിന്നെ നിത്യതയിലെത്തിക്കാൻ ഉത്തരവാദി. അതെ, ഇന്ന് പുലരിയിൽ ഈ സന്ദേശം കേട്ടവരിൽ ആരെങ്കിലും പിതാവിനോട് അടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവരെ നിത്യസന്തോഷത്തിലെത്തിക്കുവാൻ പ്രാപ്തനായ യേശു ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുക. സ്വർഗീയ പിതാവിന്റെ അടുക്കലെത്തുവാൻ അവൻ മുഖാന്തരം അവൻ മാത്രം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. രക്ഷാനിർണയം പ്രാപിച്ചവന്റെ തലവേദന മാറ്റിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വമല്ല, മുട്ടുവേദന മാറ്റാനുള്ള ഉത്തരവാദിത്വമല്ല, സാമ്പത്തിക ഞെരുക്കം മാറ്റാനുള്ള ഉത്തരവാദിത്വമല്ല. ഇതെല്ലാം കർത്താവ് മാറ്റിത്തരും. എന്നാൽ അതിപ്രധാനമായ ഒരു ഉത്തരവാദിത്വം, കറ, ചുളുക്കം, മാലിന്യം, വാട്ടം ഏതുമില്ലാത്തവരായി നിന്നെ ആനന്ദത്തോടെ ദൈവസന്നിധിയിൽ നിർത്തുവാൻ ഉത്തരവാദിയായ ക്രിസ്തു. മറ്റുള്ള പുരോഹിതന്മാരെല്ലാം മരണം വഴിയായി നീക്കപ്പെട്ടു. ഇവനോ എന്നേക്കും ഇരിക്കുന്ന പുരോഹിതനാകയാൽ മാറാത്ത പൗരോഹിത്യമാണ്. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്കു വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകൊണ്ട് അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. അവൻ പ്രാപ്തനായ ക്രിസ്തുവിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ക്രിസ്തുവിന്റെ സഹായത്തിനായി അവൻ പിതാവായ ദൈവത്തോട് അടുക്കുവാനായി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ക്രിസ്തുവിന്റെ സഹായം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രാർത്ഥനയ്ക്കായി എളിവനോടൊപ്പം കണ്ണുകൾ അടയ്ക്കുമോ? ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ നല്ല കർത്താവേ, അനുഗ്രഹീതമായ ഈ നല്ല പുലരിയിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിലായി ദൈവത്തിന് സ്തോത്രം, ഈ സന്ദേശം കേട്ട് എളിവനോട് ചേർന്ന് ഈ പുലരിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അപ്പച്ചന്റെ അനുഗ്രഹിക്കപ്പെട്ട കരം, കരുണയുടെ കരം, ഐശ്വര്യമുള്ള കരം, വിടുവിക്കുന്ന കരം, തുളയ്ക്കപ്പെട്ട കരം തൊട്ട് അവരെ സഹായിക്കണം, അനുഗ്രഹിക്കണം, മാനിക്കണം, ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, വചനത്തിന്റെ ശക്തി അവരുടെ ജീവിതത്തിൽ വിടുതലായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നാളുകൾക്ക് മുമ്പ് ആ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചു തുടങ്ങിയ വിഷയങ്ങൾക്ക് ഇതുവരെ മറുപടി ലഭിച്ചില്ലെങ്കിൽ ഇന്ന് പുലരിയിൽ ദൈവത്തിന്റെ മറുപടി അവരെ തേടിയെത്തുന്ന ദിവസമായി മാറട്ടെ. കർത്താവെ, ഇന്നലകളിൽ കണ്ണുനീരോട് നെഞ്ചുരുകി കരഞ്ഞ് പ്രാർത്ഥിച്ച വിഷയങ്ങൾ അങ്ങയുടെ പക്കൽ ഉണ്ടല്ലോ, അവരുടെ കണ്ണുനീര് നിന്റെ തുരുത്തിയിലുണ്ടല്ലോ. മറുപടി നൽകി നീ അവരെ മാനിക്കാൻ പോകുന്നതുകൊണ്ട് നന്ദി പറയുന്നു കർത്താവെ. തലമുറയുടെ വഴിപിഴച്ച പോക്കിൽ ഹൃദയം നുറുങ്ങിക്കരഞ്ഞ് പ്രാർത്ഥന ആവശ്യപ്പെട്ട് പ്രിയപ്പെട്ടവർ അവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറയെ വഴിതെറ്റിക്കാനായി ശത്രു വലിച്ചുകൊണ്ടു പോകുമ്പോൾ ദൈവമേ, തിരുമുഖത്തേക്ക്
നോക്കാനല്ലാതെ അടിയങ്ങൾക്കൊന്നിനും കഴിയത്തില്ല. തിരുമുഖത്തേക്ക് നോക്കി അഭയം ചോദിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളെ വിടുവിക്കുവാൻ, അവരുടെ രക്ഷയ്ക്കായി, അവരുടെ ആത്മരക്ഷയ്ക്കായി, അവരെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കാനായി പിതാവായ ദൈവത്തിന്റെ കരം ചലിപ്പിക്കണം. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. തലമുറകൾ മാത്രമല്ല കർത്താവെ, കുടുംബത്തിൽ നിത്യം ഭിന്നത വരുത്തിക്കൊണ്ട് അതേ കുടുംബനാഥന്മാർ പോലും പിശാചിന്റെ പിണിയാളികളായി തീർന്നിരിക്കുകയാണ്. സ്വന്തം ഭാര്യമാരോട് പോലും ഒരു വാക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയാതെ ദൈവമേ സ്തോത്രം സ്തോത്രം നരകത്തിയിലേക്ക് അവൻ കൂപ്പുകുത്തുന്നവർ, കുടുംബത്തിൽ നാശം വിതയ്ക്കുന്നവരുണ്ട്. അവരെ ദൈവം സന്ദർശിക്കണം. കർത്താവിന്റെ അവൻ ശക്തിയുള്ള കരം ഈ വിഷയത്തിന്റെ മേൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നതുകൊണ്ട് നന്ദി പറയുന്ന സ്തോത്രം. ആ സഹോദരിമാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് നിന്റെ തുരുത്തിയിലുണ്ടല്ലോ, മറുപടി നൽകി ദൈവം മാനിക്കണം. യേശുവിന്റെ നാമത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എൻട്രൻസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് കർത്താവ്, റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്, ഇന്റർവ്യൂ കാത്തിരിക്കുന്നവരുണ്ട്, ഉന്നത വിദ്യാഭ്യാസത്തിനായി പ്രതീക്ഷയോടെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, പരീക്ഷ കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. കർത്താവെ ഹല്ലേലൂയ, പേരിന്മേൽ വന്നിരിക്കുന്ന കുഴപ്പങ്ങൾ പരിഹരിക്കാൻ ദൈവമേ ഹല്ലേലൂയ അപേക്ഷ എഴുതിയിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം ഇതിനെല്ലാം കൈവയ്ക്കണം. ആ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ തലമുറയുടെ ഭാവിയാണ്, കുഞ്ഞുങ്ങളുടെ ഭാവിയാണ്. ശത്രു അതിന്മേൽ നിഴല് വിരിക്കാൻ എന്റെ ദൈവം അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുകയാണ്. അവരുടെ നേരെയുള്ള പോരുകളെ ഈ പുലരിയിൽ ശാസിക്കുന്നു. രക്തം ജയം. ഒരുപാട് കുടുംബങ്ങളിൽ കർത്താവെ വിവാഹപ്രായം കഴിഞ്ഞ പെൺകുഞ്ഞുങ്ങൾ നിൽക്കുന്നു. അവരുടെ നല്ല കുടുംബജീവിതം കാണുവാൻ മാതാപിതാക്കളെ ദൈവം സഹായിക്കണമേ. ആ ഭവനത്തിൽ വിവാഹത്തിന്റെ ഗീതമുയരുവാൻ, ആനന്ദഘോഷമുയരുവാൻ എന്റെ ദൈവം ഇടയാക്കുന്നതുകൊണ്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകി കുഞ്ഞുങ്ങളെ ദൈവം മാനിക്കുന്നതുകൊണ്ട് സ്തോത്രം. വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾ വീണു പോകാതെ എന്റെ ദൈവം അവരെ സംരക്ഷിക്കുന്നതുകൊണ്ട് നന്ദി പറയുന്നു കർത്താവെ. വിദേശ രാജ്യങ്ങളിൽ കുടുംബത്തെ പോറ്റാനായിട്ട് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കടന്നുപോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലി കാര്യങ്ങളിൽ സാമർഥ്യം കാണിപ്പാൻ ഇടയാക്കണമേ. അതിനുള്ള ശാരീരിക ബലം ദൈവം കൊടുക്കണമേ. ഹൃദയത്തിന് സമാധാനം നൽകണമേ. കർത്താവെ ലഭിക്കുന്ന അത് ചെയ്യുന്ന ജോലിക്ക് ന്യായമായ ശമ്പളം ലഭിക്കാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടാതിരിക്കുന്നവരുണ്ട്. ദൈവം ആ വിഷയത്തിന് മേൽ ഇടപെടണം. യേശുവിന്റെ നാമത്തിൽ ആ വിഷയം ഞങ്ങൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. യോഗ്യമായ ഭവനം നൽകി അങ്ങയുടെ മക്കളെ ആദരിക്കണം കർത്താവെ. ആരാധനാലയങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദൈവദാസന്മാരുണ്ട്. അവർക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കണം. ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഒരു കൂട്ടം ജനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള സാഹചര്യം ദൈവം ഒരുക്കിക്കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ ആ വിഷയത്തിനു വേണ്ടി ആത്മാർത്ഥമായി ഞങ്ങൾ ഐക്യതയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. ഞങ്ങളുടെ ദേശത്തും നിയമം കഠിനമാവുകയാണ് കർത്താവെ. എന്നാൽ അങ്ങയുടെ നിയമമാണല്ലോ എല്ലാറ്റിനും മീതെയുള്ളത്. നീതിയുള്ള ന്യായാധിപതി ആമേൻ ഹല്ലേലൂയ. ചെറിയ ചെറിയ കൂടിവരവുകളായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ പേരറിയാത്ത വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ സുവിശേഷത്തിന്റെ സ്നേഹവുമായി കടന്നുപോയിരിക്കുന്ന ദൈവദാസന്മാർ എത്രയോ പ്രിയപ്പെട്ടവർ കർത്താവെ കൊല്ലാക്കൊല ചെയ്യപ്പെടുന്നു, ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. അവർക്ക് വേണ്ടി ഒരു വാക്കു പറയാൻ ആരുമില്ലപ്പാ. നീതിയുള്ള ന്യായാധിപതിയെ നിന്റെ സഹായം തേടുകയാണ്. ദൈവം പ്രവർത്തിക്കണം. പ്രാർത്ഥന എന്റെ കർത്താവ് കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് ദൈവം നൽകുന്ന സന്ദേശവുമായി ഒരുമിച്ച് കൂടാം. അതുവരെ മഹാദൈവം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കൺമണി പോലെ നമ്മെ കാത്തുപരിപാലിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.